നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ആദ്യം കേൾക്കേണ്ട കഥ ശിവൻ്റെ കണ്ഠാഭരണമായിരിക്കുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു ജീവിവർഗം തന്നെയാണത്. പുരാതന കാലത്ത് നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സർപ്പങ്ങൾ എന്ന് നമ്മൾ ഇപ്പോഴും ഭക്തിയോടുകൂടി നമ്മൾ അമ്പലത്തിലും കളം വരച്ചുമൊക്കെ പ്രാർത്ഥിക്കുന്ന സർപ്പങ്ങൾ, ആ സർപ്പരാജാവാണ് ശിവഭഗവാന്റെ കഴുത്തിൽ ആഭരണമായി കിടക്കുന്നത്. നമ്മൾക്ക് ആദ്യം അതിൻ്റെ ഒരു പശ്ചാത്തല കഥ എന്താണെന്ന് നോക്കാം. പുരാണപ്രസിദ്ധമായിട്ടുള്ള അതിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ ജീവിത പാഠങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. കഥ ഇങ്ങനെയാണ്. കാശ്യപ മഹർഷിക്കും കദ്രുവിനുമാണ് സർപ്പങ്ങൾ മക്കളായിട്ട് ജനിക്കുന്നത്. കദ്രു എന്ന് പറയുമ്പോൾ ദക്ഷൻ്റെ മകളാണ്, ബ്രഹ്മാവിൻ്റെ മകനാണ് ദക്ഷൻ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ലോകാരംഭത്തിൽ ഉണ്ടായിരുന്നവരാണവർ. നമ്മുടെ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് തന്നെ സർപ്പങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ നമുക്കറിയാം, അഷ്ടനാഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട 8 നാഗങ്ങളാണ് അഷ്ടനാഗങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ജ്യേഷ്ഠാനുജന്മാരെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നാഗങ്ങളിൽ ഏറ്റവും മൂത്തയാൾ ആരാണ്? ആദിശേഷൻ. ആദിശേഷൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഇരിപ്പിടമാണ്, അദ്ദേഹത്തിൻ്റെ ആധാരമാണ് ആദിശേഷൻ. രണ്ടാമൻ എന്ന് പറയുന്നത് വാസുകിയാണ്. വാസുകിയെ നാഗലോകത്തെ രാജാവായിട്ടും വാഴിച്ചു. പ്രശ്നം അവിടെ തുടങ്ങുന്നുണ്ട്. വാസുകിയും ആദിശേഷനും കദ്രുവിൻ്റെ ഒരു എന്താ പറയുക ബാഡ് പേരൻറ്റിങ്ങിൻ്റെ ഇരയാണ്. കദ്രു പലപ്പോഴും മക്കളോട് നുണ പറയുവാനും മറ്റും ആവശ്യപ്പെടുമായിരുന്നു. പലപ്പോഴും മക്കൾ അത് നിരസിക്കുകയുണ്ടായി. തുടർന്ന് കദ്രു മക്കളെ ശപിക്കുന്നുണ്ട്, ആ ശാപം ഫലിക്കുന്നുണ്ട്. അപ്പോൾ കദ്രുവിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള മാനസിക പീഡനങ്ങളെ തുടർന്ന് ആദിശേഷൻ ഒരു തീരുമാനമെടുത്തു. എന്താണെന്ന് വെച്ചാൽ സന്യാസത്തിന് പോവുക, തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക എന്നൊരു തീരുമാനമെടുത്ത് ആദിശേഷൻ അങ്ങനെ പുറപ്പെട്ടു പോവുകയാണ്, പ്രസ്ഥാനം ചെയ്തു പോവുകയാണ്. ഏതായാലും ജ്യേഷ്ഠൻ അങ്ങനെ പോയി. അനുജൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, വാസുകിയുടെ ജീവിതത്തിലും. വാസുകിക്കും അമ്മയുടെ ഭാഗത്തു നിന്ന് ഇതേ കഠിനമായ സമീപനമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഇരിക്കെ വളരെ യൂത്ത്ഫുൾ ആയിട്ട്, വളരെ യൗവനകാലത്ത് വാസുകിക്കൊരു അനുഭവം ഉണ്ടായി. വാസുകിയുടെ ഉള്ളിൽ കിടന്ന ജന്മവാസനകളെ ഉണർത്തുന്ന ഒരനുഭവമായിരുന്നു അത്. എവിടെ നിന്നോ അദ്ദേഹം ഒരു വാക്ക് കേട്ടു, ശിവൻ എന്ന് പറയുന്നൊരു വാക്ക് കേട്ടു, മഹാദേവൻ, മഹേശ്വരൻ എന്നൊരു വാക്ക് കേട്ടു. മഹേശ്വരൻ ചുടല ഭസ്മം ദേഹത്തൊക്കെ വാരി പൂശി ശ്മശാനങ്ങളിൽ വസിക്കുന്ന മഹാദേവൻ. ഇത് കേട്ടപ്പോൾ എന്തുകൊണ്ടോ വാസുകിയുടെ ഹൃദയം നിറഞ്ഞുപോയി. വാസുകിക്ക് ശിവൻ എന്നുള്ള നാമത്തിൻ്റെ ശ്രവണത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ രാസപരിണാമങ്ങൾ സംഭവിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ശിവനെ ധ്യാനിക്കുക, ശിവനെ സാക്ഷാത്കരിക്കുക എന്നൊരു ആഗ്രഹം ജനിക്കുകയാണ്. അതിൻ്റെ പുറകിലും ഒരുപക്ഷെ കദ്രുവിൻ്റെ ശാപവചസ്സുകളും കഠിന വാക്കുകളും കഠിന പ്രവർത്തികളും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ പരലോക നിയമങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ ഭാഗം പ്രത്യേകം പഠിച്ചിട്ടുള്ളതാണ്. മാതാവിൽ നിന്ന് മാതാവാണ് ഒരു ശിശുവിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ആത്മീയ പരിണാമത്തിന് ഏറ്റവും കൂടുതൽ ഇന്ധനമേകുന്നത് മാതാവാണ്. ഒന്നുകിൽ അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട്. രണ്ട് രീതിയിലായാലും
മാതാവിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്തു തന്നെയായാലും അത് പിന്നീട് ഈ ജീവനിൽ ആത്മീയമായൊരു പരിണാമത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെ നമ്മുടെ വാസുകിയും തപസ് ചെയ്യാൻ വേണ്ടി മഞ്ഞു മൂടിയ മലകളിലേക്ക് പോയി. അനേക വർഷം നീണ്ടു നിൽക്കുന്ന ഘോരമായ തപസ്സായിരുന്നു അവിടെ വാസുകിയുടേത്. വാസുകിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ചു, സകലതും ഉപേക്ഷിച്ച് അദ്ദേഹം ഏകാന്തതയിൽ പോയി തപസ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം, തൻ്റെ സ്വാമിയായ മഹാദേവനെ ദർശിക്കുക, മഹേശ്വരനെ ദർശിക്കുക. അനേക നാളുള്ള തപസ്, കഠിനമായ തപസ്. ആ തപസ്സിനൊടുവിൽ മഹാദേവൻ പ്രത്യക്ഷമായി. തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ മഹാദേവൻ കരുണയോടുകൂടി നോക്കി. എന്നിട്ട് ചോദിച്ചു, വാസുകി കണ്ണു തുറക്കൂ. എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെ കഠോരമായി തപസ് ചെയ്യുന്നത്? നിൻ്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, നിൻ്റെ ആത്മാർത്ഥതയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ചോദിക്കൂ, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് വരമാണ് എന്നിൽ നിന്ന് വേണ്ടത്? കാര്യം ശിവനോട് എല്ലാവരും വരം ചോദിക്കും. അസുരന്മാർ ചോദിക്കും, രാക്ഷസന്മാർ ചോദിക്കും, മനുഷ്യരിലെ നന്മയുള്ളവരും തിന്മയുള്ളവരും ഒരേപോലെ ചോദിക്കും, കൊടുക്കും. ചോദിച്ചാൽ കൊടുക്കുന്ന ആളാണ് മഹാദേവൻ. മഹാദേവൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്പിരിച്വലി ലെസ് ഇവോൾവ്ഡ് ആണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് വരമൊക്കെ തന്നു പോകും. സ്പിരിച്വലി മോർ ഇവോൾവ്ഡ് ആണെങ്കിൽ നന്നായിട്ട് പരീക്ഷിക്കും. മഹാഭാരതം നോക്കിയാൽ തന്നെ നമുക്കതറിയാം. മഹാഭാരതത്തിൽ അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത പല രാജാക്കന്മാരും തപസ് ചെയ്തു വളരെ പെട്ടെന്ന് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. അവരെ ആരെയും ഭഗവാൻ അങ്ങനെ പരീക്ഷിക്കുന്നൊന്നുമില്ല. ചോദിക്കുന്നത് കൊടുക്കുന്നു, മറയുന്നു. ജയദ്രഥൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ജയദ്രഥനെക്കുറിച്ച് നമ്മൾ എല്ലാവരും ഒന്നും കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല, അല്ലേ? മഹാഭാരതത്തിൽ അത്ര പ്രധാനപ്പെട്ട കഥാപാത്രമൊന്നുമല്ല, എടുത്തു പറയത്തക്ക ഗുണങ്ങളുമില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ശിവനെ പ്രസാദിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ അങ്ങനെയാണോ അർജുനനോട് പെരുമാറിയത്? ഒരിക്കലുമല്ല. അർജുനനെ അദ്ദേഹം ശരിക്ക് പരീക്ഷിച്ചു, അല്ലേ? മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ചു എന്ന് വേണേൽ പറയാം. അതികഠിനമായി മർദ്ദിച്ചു. അർജുനൻ്റെ ഈ അഹംബോധത്തെ മുഴുവനായി ഉടച്ചു കളഞ്ഞു. കാര്യം എന്താണ്? കാര്യം മറ്റൊന്നുമല്ല. അർജുനൻ ഒരേ ഒരു ജന്മം മാത്രം അകലെയാണ് പരമസാക്ഷാത്കാരത്തിന്. നമുക്കറിയാം, പിന്നീട് കേവലം ഒരേ ഒരു ജന്മേ അദ്ദേഹത്തിനുണ്ടായുള്ളൂ. അത് കണ്ണപ്പനായിട്ടാണ്, ഒരു കാട്ടാളനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അത്രയും അടുത്തിരിക്കുന്നു. പ്രപഞ്ചത്തിൽ വിലയിക്കാൻ വേണ്ടി അത്രയും അടുത്തെത്തിയ ഒരാളെ ശിവൻ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യും, പരിശുദ്ധമാക്കും. അതേസമയം എവല്യൂഷൻ്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരാൾ ആത്മാർത്ഥമായിട്ട് വിളിക്കുവാണെങ്കിൽ വരും. വന്നു കഴിഞ്ഞാൽ വേറെ പരീക്ഷണമൊന്നും ഉണ്ടാവില്ല. ചോദിച്ചത് കൊടുത്ത് മറയും. പിന്നെ ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും അയാൾ തന്നെയായിരിക്കും ഉത്തരവാദി. ഏതായാലും വാസുകിയോട് ഭഗവാൻ ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? എന്ത് വരം വേണേ ചോദിച്ചോളൂ, ഞാൻ തരാം. ദീർഘായുസ് വേണോ? അതോ മരിക്കില്ല എന്നുള്ള വരം വേണോ? അതോ ഇനി അജയ്യനായിട്ട് ഇരിക്കാനുള്ള വരം വേണോ? രാജ്യങ്ങൾ വേണോ? എന്ത് വേണേ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. വാസുകി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങയുടെ സാമീപ്യം വേണം. വേറെ ഒന്നും തന്നെ എനിക്ക് ആഗ്രഹമില്ല. എന്നും എനിക്ക് അങ്ങയോടൊപ്പം വസിക്കണം. അങ്ങ് എവിടെയാണോ അവിടെയാണ് എൻ്റെ രാജ്യം. അങ്ങ് എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്വർഗം. അങ്ങയുടെ സാമീപ്യം എനിക്ക് നൽകണം. ഇതായിരുന്നു വാസുകിയുടെ അഭ്യർത്ഥന. മഹാദേവന് കൊടുക്കാതിരിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ പോലും കനിയുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ഈശ്വരൻ, അല്ലെങ്കിൽ പോലും കനിയുന്ന ഒരു ഈശ്വരൻ ഇതുപോലെയുള്ള ഹൃദയമൊരുകിയുള്ള പരിശുദ്ധമായ ആത്മാർത്ഥമായ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഭഗവാൻ അത് സ്വീകരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഭഗവാൻ വാസുകിയെ എടുത്ത് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം വാസുകിയെ കൈകൾ കൊണ്ടെടുത്തു. എന്നിട്ട് തൻ്റെ കണ്ഠത്തിൽ ആഭരണം പോലെ അണിയിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോടൊത്ത്, എൻ്റെ കൂടെ, എന്നിൽ തന്നെ, എൻ്റെ ഒരു ഭാഗമായിട്ട് വസിക്കുക. എന്നെ വണങ്ങുന്നവർ എല്ലാം നിന്നെയും വണങ്ങുന്നു. എന്നെ ധ്യാനിക്കുന്നവർക്കെല്ലാം ആദ്യം നീയാണ്, നിൻ്റെ മുഖമാണ് അവരുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുക. വലിയ വലിയ യോഗികൾ എൻ്റെ രൂപത്തെ ധ്യാനിക്കും. അങ്ങനെ ധ്യാനിക്കാൻ കണ്ണടയ്ക്കുമ്പോൾ നീ ഇല്ലാതൊരു ഞാനില്ല. നിൻ്റെ മുഖം ഓർമ്മ വരാതെ ഒരിക്കലും അവർക്ക് മഹാദേവനായ എൻ്റെ മുഖം ഓർമ്മിക്കാൻ സാധിക്കുകയില്ല. എന്നോട് ചേർന്ന്, എൻ്റെ മുഖത്തോട് ചേർന്ന് നീ നിലകൊള്ളുക എന്ന് പറഞ്ഞ് ഭഗവാൻ
വാസുകിയെ എടുത്ത് കണ്ഠത്തിൽ ചുറ്റുകയാണ്. പിന്നീട് പല ഘട്ടങ്ങളിലും വാസുകി ഭഗവാന്റെ പ്രതീക്ഷകൾക്ക് ഒത്ത് പ്രവർത്തിക്കുകയുണ്ടായി. ത്യാഗമാണ് വാസുകി. വാസുകി ഒരിക്കലും സ്വാർത്ഥത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും ത്യാഗസന്നദ്ധനായിരുന്നു. അത് പാലാഴി മഥന സമയത്തായാലും ത്രിപുര ദഹന സമയത്തായാലും. ത്രിപുര എന്ന് പറയുന്നത് 3 കൊട്ടാരങ്ങളാണ്. വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും ഇരുമ്പ് കൊണ്ടുള്ള 3 കൊട്ടാരങ്ങളിൽ 3 അസുരന്മാർ വസിക്കുന്നു. ഇവർ ഒരു വരം വാങ്ങിയിട്ടുണ്ട് ബ്രഹ്മാവിൽ നിന്ന്. ഈ 3 കൊട്ടാരങ്ങളും ഒരേ സ്ഥലത്ത് വരുമ്പോൾ മാത്രമേ ഇവരെ വധിക്കാൻ പറ്റൂ. അതും ഒരേ ഒരു അസ്ത്രം കൊണ്ട്. ഇങ്ങനെ ഒരു വരം വാങ്ങി. ഈ 3 കൊട്ടാരങ്ങളും വളരെ അപൂർവമായിട്ടേ അടുത്ത് വരുള്ളൂ. അത് പലതും പലയിടത്താണ്. അതുകൊണ്ട് തന്നെ ഈ അസുരന്മാരെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. അവർ ലോകത്തിന് വലിയ കഷ്ടനഷ്ടങ്ങൾ വരുത്തി. ഒടുവിൽ എല്ലാവരും മഹാദേവനെ പ്രാർത്ഥിച്ചു. മഹാദേവൻ ഇവരെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ 3 കൊട്ടാരങ്ങളും ഒരേ നിരയിൽ വരുന്ന ആ മുഹൂർത്തമെത്തി. മഹാദേവൻ തൻ്റെ ശൈവചാപം വലിയ ഒരു വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ചു. എന്താണ് സംഭവിച്ചത്? അവിടെ ഞാണുണ്ടായിരുന്നില്ല. അതിൻ്റെ ആ സ്ട്രിങ്, അസ്ത്രം അയക്കാനുള്ള ഞാൺ, അതായത് പാശുപതാസ്ത്രത്തെ താങ്ങാനുള്ള കരുത്ത് ഒരു ഞാണിനുമില്ല. മഹാദേവൻ്റെ പരീക്ഷണമായിരിക്കാം അത്. അതിനിടയ്ക്ക് വാസുകി ഒന്ന് പരീക്ഷിച്ചതായിരിക്കാം. വാസുകി എന്താണ് പറഞ്ഞത്? പ്രഭു, ഞാൻ ആ ശൈവചാപത്തിൻ്റെ ഞാണായി മാറാം എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്തത്? ആ ശൈവചാപത്തിൽ വാസുകി പ്രവേശിച്ച് ഒരു ചരടായി മാറി അതിൻ്റെ 2 അറ്റവും വളരെ ബലമായിട്ട് കൊളുത്തി നിന്നു. ഭഗവാൻ തൻ്റെ പാശുപതാസ്ത്രമെടുത്ത് ആ വാസുകിയാകുന്ന ഞാണിൽ തൊടുത്ത് ഈ ത്രിപുരകളെ, ഈ 3 കൊട്ടാരങ്ങളും ഒരേ ദിശയിൽ വരുന്ന ആ മുഹൂർത്തത്തിൽ ഭഗവാന്റെ വില്ലിൽ നിന്ന് ഈ പാശുപതാസ്ത്രം മൂളിപ്പാഞ്ഞു പോയി. 3 കൊട്ടാരങ്ങളെയും ഒരേ ഒരു അസ്ത്രം തകർത്ത് ദൂരെ എറിഞ്ഞു. ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന 3 അസുരന്മാരും അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടു. അപ്പം അതിനാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? വാസുകിയായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭഗവാനോടൊത്ത് വസിക്കുന്ന, ഭഗവാന് ഒപ്പം നിൽക്കുന്ന ഒരാളാണ് വാസുകി. ഈ വാസുകിയുടെ മിസ്റ്റിക്കൽ തലങ്ങൾ, അല്ലെങ്കിൽ എല്ലാം തന്നെ സിംബോളിക്കാണ്. ശിവന്റെ രൂപം തന്നെ സിംബോളിക്കാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാം തന്നെ ഒരു കവിത പോലെ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. വാസുകിയും ഒരു കവിത തന്നെയാണ്. എന്താണ് വാസുകി എന്ന് പറയുന്ന ആ സർപ്പം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ നമുക്കെന്താണ്? തീർച്ചയായിട്ടും വാസുകി നമ്മളെ പഠിപ്പിക്കുന്നത് നിർമ്മലമായ ഭക്തി തന്നെയാണ്. അത് എപ്പോഴും കോമൺ ആയിട്ടാണ്. നിർമ്മലമായ ഭക്തി. എങ്ങനെയാണ് നിർമ്മലമായ ഭക്തി? ഒന്നും ചോദിക്കാതെ തന്നെ എല്ലാം ലഭിക്കുന്ന ഭക്തിയാണ് വാസുകിയുടെ. അതിനപ്പുറം എന്താണ് ആ സർപ്പം? ഇനി നമ്മൾ ശിവന്റെ രൂപം കാണുമ്പോൾ ആ ഉരകത്തിലേക്ക് നോക്കുക, ആ സർപ്പത്തിലേക്ക് നോക്കുക. എന്താണത് പറഞ്ഞു തരുന്നത് നമുക്ക്? ആരാണ് ആ സർപ്പം? സർപ്പത്തിന് 3 അർത്ഥതലങ്ങളുണ്ട്. 4 എന്ന് വേണമെങ്കിൽ പറയാം. വെസ്റ്റേൺ പരിപ്രേക്ഷ്യം കൂടി എടുത്തു കഴിഞ്ഞാൽ, പെർസെപ്ഷൻ കൂടി എടുത്താൽ 4ആയി. എന്തൊക്കെയാണ് ആ 4 എണ്ണം? വെസ്റ്റേൺ കാഴ്ചപ്പാടിൽ പാമ്പെന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഊർജമാണ്, നെഗറ്റീവായിട്ടുള്ള ഒരു ബിംബമാണ്. ഒട്ടും നല്ലതല്ലാത്ത ഒരു ബിംബമാണ് സർപ്പം എന്ന് പറയുന്നത്. പക്ഷേ ഭാരതത്തിൽ സർപ്പത്തെ അങ്ങനെയല്ല കണ്ടിരുന്നത്. വെസ്റ്റേണേഴ്സ് അങ്ങനെ കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ സൈക്കോളജി, മാനസിക തലത്തിൽ മാത്രം നിന്നുകൊണ്ട് പാമ്പിനെ നോക്കിയാൽ ശരിയാണ്, സർപ്പം എന്നൊരു കൺസെപ്റ്റ് അവർക്കില്ല. പാമ്പ് മാത്രമേ അവർക്കുള്ളൂ, സ്നേക്സ് മാത്രമേ ഉള്ളൂ, സെർപ്പൻ്റ് ഇല്ല. നമുക്ക് സ്നേക്സിന് അപ്പുറത്തേക്ക് സർപ്പൻസ് ഉണ്ട്, അല്ലേ? സർപ്പങ്ങളുണ്ട്. അപ്പം എന്താണ് പാമ്പ് നെഗറ്റീവ് ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചു കുട്ടി പോലും പാമ്പിൻ്റെ ചിത്രം കണ്ടാൽ ഭയന്നു പോകും. ഞാനതിലൊരാളാണ്. കുട്ടിക്കാലത്ത് പാമ്പിൻ്റെ ചിത്രം കണ്ട് ഞാൻ ഭയന്നിട്ടുണ്ടെന്ന് മുതിർന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
എങ്ങനെയാണ് ഒരു കൊച്ചുകുട്ടി പാമ്പിൻ്റെ ചിത്രം കണ്ട് ഭയക്കുന്നത്? അയാളുടെ ജീവിതത്തിൽ അയാൾ ഒരിക്കലും പാമ്പിനെ കണ്ടിട്ടില്ല. പാമ്പ് അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പാമ്പ് അയാളെ കടിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല, അയാളെ ഇട്ട് ഓടിച്ചിട്ടില്ല. ഒരു തരത്തിലും നമ്മളെ ദ്രോഹിക്കാത്ത, നമുക്ക് കേട്ടറിവ് പോലും ഇല്ലാത്തൊരു ജീവിയെ നമ്മൾ എന്തിനും ഭയക്കണം? ഇവിടെയാണ് അഗാധമായ മാനസികമായിട്ടുള്ള ഒരു വലിയ സത്യം അവിടെ കിടപ്പുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ മനുഷ്യർ ആർജിച്ചെടുത്തതാണ് ഈ ഭയം, ഈ ഫിയർ എന്ന് പറയുന്നത്. മനുഷ്യൻ കാട്ടിലായിരുന്നപ്പോൾ, പ്രകൃതിയുടെ മടിത്തട്ടിലായിരുന്നപ്പോൾ അവൻ ഏറ്റവും അധികം ഭയക്കേണ്ടി വന്നത് ഈ ഉരകങ്ങളെയാണ്, ഈ സർപ്പങ്ങളെയാണ്. സർപ്പദംശനമേറ്റാണ് അന്ന് ഏറ്റവും അധികം മനുഷ്യർ മരിച്ചു വീണത്. അതുകൊണ്ട് തന്നെ സർപ്പങ്ങൾ എന്ന് പറയുന്നത് അവരെല്ലായിടത്തും ഉണ്ടായിരുന്നു. മനുഷ്യരെവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ ഈ സർപ്പങ്ങളുണ്ടായിരുന്നു. അവർ പലപ്പോഴും കരിയിലകളുടെ ഇടയിലും മരപ്പൊത്തിലും കല്ലുകൾക്കും അപ്പുറവും പുഴയിലും എല്ലായിടത്തും അവരുണ്ടായിരുന്നു. തൊടുന്നിടത്തും ചവിട്ടുന്നിടത്തും എല്ലാം അപ്രതീക്ഷിതമായി സർപ്പദംശനം അവരെ തേടി വന്നു. ഒരിക്കൽ കടിച്ചാൽ ഒരു കാലത്തും രക്ഷയില്ല അവർക്ക്. ഈ ആധുനിക കാലത്താണ് നമ്മൾ ആൻറ്റിവെനം കണ്ടുപിടിച്ചത്. ആദ്യകാലങ്ങളിൽ കടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് സർപ്പത്തെ ഇവർ ഭയങ്കര, ഈവൻ സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന് വേണേൽ രക്ഷപ്പെടാം. സിംഹം നമ്മളെ കടിച്ചാൽ, പുലി കടിച്ചാൽ, കടുവ കടിച്ചാൽ അവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാം. പക്ഷെ സർപ്പം ദംശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. നമ്മൾ ഉടനടിയൊന്നും മരിക്കില്ല, പക്ഷെ മരിക്കും. അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർപ്പത്തെ നമ്മൾ അങ്ങേയറ്റം ഭയന്നു. ഈ ഭയം ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ നമ്മുടെ ജീനിൽ ഉണ്ട്. ആ ഭയവുമായിട്ടാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. ഇന്നും നമ്മൾ സ്വപ്നങ്ങളിൽ പോലും പാമ്പിനെ കണ്ടാൽ ഭയന്നു പോകുന്നു. ഈ ഭയം മാത്രമേ ഉള്ളൂ പാശ്ചാത്യ പരിപ്രേക്ഷ്യത്തിൽ. അതിനോടൊപ്പം ബൈബിളിലൊരു മനോഹരമായ കഥയുണ്ട്. ആദമനും ഹൗവയ്ക്കും ജ്ഞാനപ്പഴമായ ആപ്പിള് തിന്നാൻ പ്രേരിപ്പിച്ചത് ഒരു പാമ്പാണെന്നും കൂടെ കഥ വന്നതോടുകൂടി അങ്ങനെ ഒരു പാപഭാരവും ഈ പാമ്പുകൾക്ക് മുകളിലെത്തി. അങ്ങനെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വെസ്റ്റേണേഴ്സ് പാമ്പിനെ വളരെ നിഷേധാത്മകമായിട്ടുള്ളൊരു സമീപനമാണ് പാമ്പുകൾക്കെതിരെ. ഭാരതത്തിൽ പക്ഷേ അങ്ങനെയല്ല, സർപ്പങ്ങളാണുള്ളത്. സർപ്പങ്ങളുള്ളത് കാരണം 3 അർത്ഥങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഒന്ന്, സർപ്പം കാലത്തിൻ്റെ പ്രതീകമാണ്. ടൈമിൻ്റെ പ്രതീകമാണത്. കാലം, രേഖീയമായതെല്ലാം തന്നെ സമയത്തിൻ്റെ പ്രതീകമായി മാറും. മറ്റൊന്നെന്ന് പറയുന്നത്, സർപ്പങ്ങളെന്ന് പറയുന്നത് ഊർജത്തിൻ്റെ പ്രതീകമാണ്. ഈ പ്രപഞ്ചം തന്നെ, പ്രപഞ്ചത്തിലെ മുഴുവൻ ഊർജവും എടുത്തു നോക്കിയാൽ, അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ താരാപഥങ്ങളും നക്ഷത്രങ്ങളും അടങ്ങുന്ന ഇതിൻ്റെ ഒരു ആകെ ചിത്രം എടുത്തു നോക്കിയാൽ അത് കോയില് ചെയ്ത് കിടക്കുന്ന ഒരു സർപ്പത്തിൻ്റെ മാതൃകയാണുള്ളത്. കോയില് ചെയ്ത് കിടക്കുന്ന ഒരു സർപ്പത്തിൻ്റെ മാതൃകയിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഊർജവും മൊത്തം ദ്രവ്യവും നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ഇൻ്റർനെറ്റിൽ ആ ചിത്രം നിങ്ങളെടുത്ത് നോക്കുക. അപ്പോൾ ഒരു സർപ്പത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ദ്രവ്യവും ഊർജവും നിലകൊള്ളുന്നത്. മുഴുവൻ പ്രപഞ്ചവും, ഭൂമി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സൗരയൂഥം മാത്രമല്ല, താരാപഥങ്ങളും എല്ലാം അടങ്ങിയ ഈ നക്ഷത്ര വ്യൂഹങ്ങളും എല്ലാം അടങ്ങിയത്, ഈ ഒബ്സർവബിൾ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത് ഒരു കോയില് ചെയ്ത് കിടക്കുന്ന ഒരു വലിയ സർപ്പത്തെ അനുസ്മരിപ്പിക്കുന്നു. അങ്ങനെ അത് ഊർജത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഇത് കൂടാതെ ഒരു ഊർജ കേന്ദ്രമുണ്ട് മനുഷ്യന്. അത് മനുഷ്യൻ്റെ മൂലാധാരം എന്ന് പറയുന്നത് നട്ടെല്ലിൻ്റെ ഒരല്പം താഴെയായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു സർപ്പം, ഒരു സാങ്കല്പിക സർപ്പം, നമ്മളത് ഒരിക്കലും ഡിസെക്റ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു സർപ്പം ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ കുണ്ടലിനി എന്നാണ് വിളിക്കുന്നത്. ഈ സർപ്പം സാധന ചെയ്താൽ, സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്താൽ, പ്രത്യേക തരത്തിലുള്ള പ്രാക്ടീസ് ചെയ്താൽ ഈ സർപ്പം ഉണരും. ഉണർന്നു കഴിഞ്ഞ് ഇത് ഏതിലൂടെ പിടിച്ചു കയറും? നമ്മളുടെ നട്ടലിലൂടെ. നട്ടലെന്ന് പറയുന്ന ഒരു ഗോവണി പോലെയാണ്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് നട്ടല്. അങ്ങനെ ഈ നട്ടലിലൂടെ ഈ പാമ്പ് മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെ ഓരോ സ്ഥലത്തും അതെത്തും. ശരീരത്തിൽ ഓരോ സെൻറ്റേഴ്സ് ഉണ്ട്, ചക്രങ്ങൾ എന്നാണ് പറയുന്നത്. ഓരോ ചക്രങ്ങളുണ്ട്, ഷഡാധാരങ്ങളുണ്ട്. അങ്ങനെ ഓരോ പോയിന്റിലും എത്തുമ്പോൾ നമ്മൾ ഓരോ പുതിയ പുതിയ അനുഭവ തലങ്ങളിലേക്ക് നമ്മൾ പോകും. പുതിയ പുതിയ രീതിയിലായിരിക്കും നമ്മൾ ജീവിതത്തോട് പ്രതിപ്രവർത്തിക്കുക, റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിലൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മളൊരു മിസ്റ്റിക് ആയിട്ടുണ്ടാവും, ഒരു ഭാവഗായകനായിട്ടുണ്ടാകും, ഒരു സന്യാസിയെ പോലെ, അല്ലെങ്കിൽ
ഒരു മിസ്റ്റിക് നിഗൂഢ പറയുന്ന എന്താ പറയുക, മിസ്റ്റിക് കവികളെ പോലെ ആയിട്ടുണ്ടാവും നമ്മൾ. സമാധി ഭാഷ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെയൊക്കെ നമ്മൾ സംസാരിച്ച് തുടങ്ങും ഹൃദയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ. ഹൃദയത്തിലെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ഠം, പിന്നെ ശിരസ്, ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനായി, നമ്മൾ ദൈവതുല്യമായി, പിന്നെ നമ്മൾക്ക് ഭൂമിയിലില്ല. ഇങ്ങനെയൊരു വലിയ സങ്കല്പമുണ്ട് ഭാരതത്തിൽ. അപ്പോൾ അതും ഈ ഊർജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഇപ്പം കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് അറിവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാലമായി, ഊർജമായി. ഇനിയുള്ളത് ഇത് നോളജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് നോളജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്രിസ്ത്യാനിറ്റിയിലും ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അവരതിനെ വളരെ നെഗറ്റീവായിട്ട് വ്യാഖ്യാനിച്ച് കളഞ്ഞതുകൊണ്ടാണ് പാമ്പ് ഒരു നിഷേധാത്മകമായി പാമ്പുകളെ കാണുന്നത്. വാസ്തവത്തിൽ അവർ വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സാണ്. വിജ്ഞാനത്തെയാണ് നാഗമായി നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്, അതിനെ സങ്കല്പിക്കുന്നത്. ഭഗവാൻ തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് ജ്ഞാനം തന്നെയാണ്, മഹാജ്ഞാനം തന്നെയാണ്. തൻ്റെ മൂന്നാമത്തെ കണ്ണ് അല്ലേ, ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണെന്ന് പറയുന്നത് സത്യത്തെ കണ്ടെത്തുന്ന കണ്ണുകളാണ്. ബാക്കി രണ്ട് കണ്ണുകൾ കൊണ്ട് ലോകത്തെയാണ് കാണുന്നത്. മൂന്നാമത്തെ കണ്ണുകൊണ്ട് ഭഗവാൻ കാണുന്നത് സത്യമാണ്, സത്യത്തെ മാത്രം. സത്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ളത്, എല്ലാ കാലത്തും ഉള്ളത്, സ്ഥായിയായി നിൽക്കുന്നത്, അനശ്വരമായത്, കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത്. അതാണ് മൂന്നാമത്തെ കണ്ണിലൂടെ കാണുന്നത്. അപ്പോൾ മൂന്നാമത്തെ കണ്ണിൻ്റെ സ്ഥാനത്താണ് വാസ്തവത്തിൽ, അതേ ലെവലിലാണ് വാസ്തവത്തിൽ എന്ത് നിൽക്കുന്നത്? സർപ്പവും നിൽക്കുന്നത്. അപ്പോൾ സർപ്പവും ഭഗവാനും ഒരേ തലത്തിൽ നിൽക്കുന്നു. മൂന്നാമത്തെ തേർഡ് ഐഡ് ചേർന്നാണ് സർപ്പം നിൽക്കുന്നത്. അതും ജ്ഞാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ മൂന്ന് തരത്തിലാണ് നമ്മൾ സർപ്പം എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ജ്ഞാനമായിട്ടും ഊർജമായിട്ടും കാലമായിട്ടും. ജ്ഞാനത്തെയും ഊർജത്തെയും കാലത്തെയും കണ്ഠത്തിൽ ധരിച്ചു നിൽക്കുന്ന ഒരു വലിയ അതിവിശാലമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ ഈശ്വര കൽപ്പനയാണ് ശിവൻ എന്ന് പറയുന്നത്. ആദി യോഗിയായ ആദിനാഥനായ ശിവൻ എന്ന് പറയുന്നത് അത്തരമൊരു സങ്കല്പമാണ്. ഇനി അതുകൂടാതെ തന്നെ നമുക്ക് ഒരു സർപ്പത്തിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ പണ്ടുള്ള ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. സർപ്പം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അതിന് ഉറയൂരി മാറ്റാൻ സാധിക്കും. ഉറ ഊരി മാറ്റിയിട്ടാണ് അത് മുമ്പോട്ട് പോകുന്നത്. അതൊരിക്കലും തൻ്റെ പഴയ ഉറയിൽ താമസിക്കുന്നില്ല. അതിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠം പഠിക്കാനുണ്ട്. വാസ്തവത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, തൻ്റെ ഭൂതകാലമാണ് ആ സർപ്പം ഊരി മാറ്റുന്നത് അല്ലേ? അത് അതിൻ്റെ കഴിഞ്ഞ കാലം മുഴുവൻ കൊണ്ടു നടന്ന, അതായത് കഴിഞ്ഞ കാലം നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്തതാണ് കഴിഞ്ഞ കാലം. പിന്നെ നമ്മളത് ചുമന്ന് നടക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒന്നുകിൽ ഭൂതകാലം അല്ലെങ്കിൽ ഭാവി കാലം. ഇവിടെയാണ് നമ്മളുടെ മനസ്സ് ഏറ്റവും അധികം തളച്ചിടപ്പെടുന്നത്. ഈ രണ്ട് കാലങ്ങളിലാണ്. ഈ രണ്ട് കാലങ്ങളിലും അല്ലാതെ വർത്തമാനകാല നിമിഷത്തിലേക്ക് നമുക്ക് വരാൻ പലപ്പോഴും സാധിക്കാറില്ല. ബോധപൂർവം നമുക്ക് അവിടേക്ക് വരാൻ സാധിക്കാറില്ല. അബോധപൂർവമായിട്ടൊരു മനോഹരമായ കാഴ്ച കാണുമ്പോഴോ, ഒരു ചിത്രം കാണുമ്പോഴോ, ഒരു കഥ കേൾക്കുമ്പോഴോ, ഒരു സിനിമ കാണുമ്പോഴോ ഒക്കെ നമ്മൾ പെട്ടെന്നൊന്ന് വർത്തമാനകാലത്തിലേക്ക് വരും. അത് നമുക്ക് ഈഗോ ഇല്ലാതെ, അഹങ്കാരമില്ലാതെ, നമ്മൾ സമാധാനത്തോടു കൂടി ഭാരമില്ലാത്ത നിമിഷങ്ങളായിരിക്കും അത്. പെട്ടെന്ന് തന്നെ ആ അനുഭവം മാറിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും പോയി. ഭാവിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയം, ഉത്കണ്ഠ. കാര്യം എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഭൂതകാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ, കയ്യിൽ നിന്ന് നഷ്ടമായി പോയ നല്ല നല്ല നിമിഷങ്ങൾ ഓർത്ത് വീണ്ടും വീണ്ടും നമ്മൾ ദുഃഖിക്കും. അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത്, പറ്റിപ്പോയ അബദ്ധങ്ങൾ ഓർത്ത് വീണ്ടും വീണ്ടും നമ്മൾ ദുഃഖിക്കും. അങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള, മുമ്പിലോട്ട് നോക്കിയാൽ ഭയം, പുറകോട്ട് നോക്കിയാൽ ദുഃഖം. ഇവിടെ മാത്രമാണ് ആനന്ദമുള്ളത്, പക്ഷേ ഇവിടേക്ക് നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല. അപ്പം പാമ്പുകൾ നമുക്ക് പറഞ്ഞു തരുന്നൊരു പാഠമുണ്ട്: നിങ്ങളുടെ ഉറയൂരി മാറ്റ്. മനുഷ്യനും ഇതുപോലെ ഉറകളുമായിട്ടാണ് നടക്കുന്നത്. ഭൂതകാലത്തിലെ വലിയ ഉറകളുമായിട്ടാണ് നടക്കുന്നത്. അത് ഊരി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്ത് അപ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അതവിടെ സ്റ്റക്കായി പോകും എന്നൊരു ഒന്നുണ്ട്. പിന്നെ ഒരു സങ്കല്പമുള്ളത്, പാമ്പുകൾ എപ്പോഴും നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. സങ്കല്പമാണോ യാഥാർത്ഥ്യമാണോ? പാമ്പുകൾ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവയുടെ പഴയ ഉറ അവയ്ക്ക് പാകമാകാതെ വരുന്നു. പാകമാകാതെ വരുന്ന നിമിഷം അവർ അത് ഉപേക്ഷിക്കുന്നു.
പുതിയ ജീവിതത്തിലേക്ക് പോകുന്നു. വീണ്ടും അവർ വളരുമ്പോൾ വീണ്ടും അവർ പഴയത് ഉപേക്ഷിക്കുന്നു. അവരൊരിക്കലും ജീവനില്ലാത്ത ഉറയ്ക്ക് വേണ്ടി ജീവനുള്ള അവർ ഒരിക്കലും രൂപപ്പെടാറില്ല. പകരം ജീവനുള്ളവയ്ക്ക് വേണ്ടി ജീവനില്ലാത്തവയെ അവ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കും ഇതിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മളൊരിക്കലും നമ്മളെ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ചില ആശയങ്ങളിലോ ചില പാഠങ്ങളിലോ എന്നേക്കുമായി ഒരു പുനരീക്ഷയില്ലാതെ, അതിനെ ഒരിക്കൽ കൂടി ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാതെ കേവലമായി അങ്ങനെ ജീവിച്ചു പോകുന്നത് ഒരിക്കലും നമ്മളിൽ വളർച്ച കൊണ്ടുവരില്ല. പാമ്പ് വളരുന്ന കാരണമാണ് ഉറ നഷ്ടപ്പെടുന്നത്. നമ്മൾ നമ്മുടെ പഴയ ഉറകളിൽ മുറുകെ പിടിക്കുന്നത് കാരണം നമ്മൾക്ക് വളർച്ച ഇല്ല, ഗ്രോത്ത് നഷ്ടപ്പെടുന്നു. അപ്പോൾ അത് പലപ്പോഴും സ്റ്റുഡൻസ്, ഇപ്പോൾ യങ്സ്റ്റേഴ്സാണ് കേൾക്കുന്നത്, അവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്കെപ്പോഴും നിരന്തരം മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ ആശയങ്ങളാകുന്ന ഉറകൾ, നമ്മളുടെ സങ്കല്പങ്ങളാകുന്ന ഉറകൾ, നമ്മൾ ഭൂതകാലത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവുകളാകുന്ന ഉറകളിൽ നിന്ന് നമ്മൾ വളരുന്നതനുസരിച്ച് നിരന്തരം അത് ഊരിമാറ്റി പുതിയതിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഫ്ലൂയിഡിറ്റി പാമ്പുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഭയങ്കര ഫ്ലൂയിഡാണ് അവർ. വെള്ളം പോലെയാണ് അവർ സഞ്ചരിക്കുന്നത്, വെള്ളം ഒഴുകുന്നത് പോലെയാണ് അവർ സഞ്ചരിക്കുന്നത്. അപ്പം നമ്മളും അതുപോലെ ഫ്ലൂയിഡായിരിക്കണം, വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒരിക്കലും ഭൂതകാലത്തിൻ്റെ കൊച്ചു കൊച്ചു ഉറകളിൽ നമ്മൾ പെട്ടുപോകരുത്, നമ്മുടെ വളർച്ച നശിച്ചു പോകരുത്. അതിനെ പുറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയതിനെ നമ്മൾ എംബ്രേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ, നിരന്തരം നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ട്, നവീകരിച്ചുകൊണ്ട്. ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് എഫർട്ട് എടുത്താൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മളുടെ ഈശ്വര സങ്കല്പങ്ങളിലായാലും നമ്മളുടെ എത്തിക്സ് ആൻഡ് മൊറാലിറ്റിയിലായാലും നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലായാലും സ്നേഹത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അല്ലേ, ഇതിലൊക്കെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഒരിക്കലും ഒരിടത്തും അവസാനിക്കുന്നില്ല ഈ വളർച്ചയൊന്നും. 20 വയസ്സിലെ നമ്മളുടെ ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള സങ്കല്പമല്ല നമുക്ക് 30 വയസ്സിലുണ്ടാവുക. അതുകൊണ്ടാണ് 20 വയസ്സിലെടുക്കുന്ന ബന്ധങ്ങളെക്കുറിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുപറ്റി പോകുന്നത്. 30 വയസ്സിൽ നമ്മളുടെ പ്രയോറിറ്റീസ് ആയിരിക്കില്ല 40 വയസ്സിലൊക്കെ. എന്നാലും 20നേക്കാൾ ഭേദമായിരിക്കും 30-ഉം 40-ഉം തമ്മിലുള്ള ബന്ധം. ഒരു 40 വയസ്സാണ് മനുഷ്യൻ്റെ ഒരു പ്രൈം ടൈം, അല്ലെങ്കിൽ അവൻ അത്യാവശ്യം ഈ ലോകത്തെ കണ്ടു തുടങ്ങുന്നത് 40 വയസ്സിലാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചെറിയ ചെറിയ പ്രായങ്ങളിൽ ഉണ്ടാകുന്ന അറിവുകളിൽ അള്ളിപ്പിടിക്കാതെ മുമ്പോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുക, വിട്ടുകൊടുത്ത് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് ഈ പാമ്പുകളിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള വലിയൊരു പാഠമാണ്. പിടിച്ച് നിർത്താതിരിക്കുക, പിടിച്ച് വയ്ക്കാതിരിക്കുക, വിട്ടുകൊടുത്ത് മുമ്പോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പിന്നീട് അവർ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അവരെപ്പോഴും സഞ്ചരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാമ്പുകൾ എപ്പോഴും സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ നാവ് പുറത്തേക്കിടും, കുറേ ദൂരം ഇഴയും, നാവ് പുറത്തേക്കിടും, സിറ്റുവേഷൻ പഠിച്ച് അപകടമൊന്നും ഇല്ലെന്ന് കണ്ടാൽ വീണ്ടും മുമ്പോട്ട് പോകും. അങ്ങനെ ഇത്രയും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ജീവി ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്രയേറെ ശ്രദ്ധിച്ചാണ്, വിവേകത്തോടു കൂടിയാണ് അത് മുമ്പോട്ട് പോകുന്നത്. അന്ധമായിട്ട് അതൊരിക്കലും എവിടേക്കും പോകാറില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. അവർ അപകടത്തെക്കുറിച്ച് എപ്പോഴും കോൺഷ്യസ് ആണ്. അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതെപ്പോഴും നാവ് കൊണ്ട് ഒരു തെർമൽ ചൂട് അവർ നോക്കുകയാണ്. മുമ്പിലുള്ള ചൂട്, അതായത് ശത്രുവാണോ, ഇരയാണോ, ന്യൂട്രലാണോ, ഇങ്ങനെ പല കാര്യങ്ങളും അവർ നോക്കും തൻ്റെ നാവ് വെളിയിലിട്ട്. ഇങ്ങനെയാണ് അവർ സഞ്ചരിക്കുന്നത്. വഴിയിലുണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസിനെ, വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങളെയും വഴിയിലുണ്ടാകുന്ന സാധ്യതകളെ അവർ തിരിച്ചറിയുന്നത് നിരന്തരം ഈ നാവ് പുറത്തേക്ക് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു ബുദ്ധിയുടെ ഉപയോഗമാണ്, ബുദ്ധിയുടെയും യുക്തിയുടെയും ശരിയായിട്ടുള്ള ഉപയോഗമാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മുമ്പിലുള്ള ജീവിതത്തെ പഠിക്കുക, തനിക്ക് ചുറ്റുമുള്ള ജീവിതത്തെ നിരന്തരം പഠിച്ച് മാത്രം വളരെ സൂക്ഷിച്ച് ഓരോ ചുവട് മുമ്പോട്ട് വയ്ക്കുക. അങ്ങനെ മുമ്പോട്ട് വെച്ചാണ് അവർ ജീവിക്കുന്നത്. അപ്പം ലാവോട്സു എന്ന് പറയുന്ന ഒരു മഹാനായ ദാർശനികനുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ചോദിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ലാവോട്സു പറയുന്ന ഒരു മറുപടി, ശൈത്യകാലത്ത് വിൻ്റർ സീസണിൽ ഉറഞ്ഞു കിടക്കുന്ന ഒരു തടാകം, ആ തടാകത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നത് എപ്രകാരമോ അപ്രകാരം മാത്രമേ നിങ്ങൾ ജീവിതത്തിലൂടെ സഞ്ചരിക്കാവൂ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ശൈത്യകാലത്ത് ഉറഞ്ഞു കിടക്കുന്ന ഒരു തടാകം ഒരുപക്ഷെ കേരളത്തിലുള്ളവർക്ക് പരിചയമുണ്ടാവില്ല, പക്ഷേ എക്സ്ട്രീം ക്ലൈമറ്റിലുള്ളവർക്ക് അതാണ് നന്നായിട്ടറിയാം, വെസ്റ്റേണേഴ്സിന് പ്രത്യേകിച്ചും.
ശൈത്യകാലത്ത് ഉറഞ്ഞു കിടക്കുന്ന തടാകം ഏത് നിമിഷം വേണമെങ്കിലും തകരാം. നമുക്കതിന് മുകളിലൂടെ നടക്കാം. പക്ഷേ ചില പ്രത്യേക സ്ഥലത്ത് ബലം കുറവായിരിക്കും. അത് കണ്ടാൽ മനസ്സിലാവില്ല. കാല് ചവിട്ടുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അവിടെ ബലം കുറവായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ അത് തകർന്നു പോവുകയും ചവിട്ടി നിൽക്കുന്ന നമ്മൾ വെള്ളത്തിൽ അകപ്പെടുകയും ചെയ്യും. പലപ്പോഴും അങ്ങനെ വീണ് കഴിഞ്ഞാൽ പുറത്തെത്തുക അസാധ്യമാണ്. കാര്യം ബാക്കി എല്ലാ ഭാഗവും വളരെ കട്ടിയേറിയ ഐസ് വന്ന് മൂടിയിട്ടുണ്ടാവും, താഴെ വെള്ളവും. നമുക്കത് പൊട്ടിച്ച് പുറത്തേക്ക് വരിക എന്നുള്ളത് ഏകദേശം അസാധ്യമാണ്, ഏറെക്കുറെ അസാധ്യമാണ്. അതുകൊണ്ട് ശൈത്യകാലത്ത് തടാകത്തിന് മുകളിലൂടെ നടക്കേണ്ടി വരുമ്പോൾ ആളുകൾ കയ്യിൽ 2 വടികൾ കരുതും. ഈ വടികൾ കൊണ്ട് തുടർച്ചയായി തൊട്ട് മുമ്പിലുള്ള കാല് വയ്ക്കാൻ പോകുന്ന സ്ഥലത്ത് കുത്തിക്കൊണ്ടുവന്നിരിക്കും. അങ്ങനെ കുത്തി അതിൻ്റെ ബലം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവരടുത്ത് ചുവട് വയ്ക്കുക. അതായത് ഒരു ചുവട് വയ്ക്കാൻ അപ്പോൾ ഒത്തിരി സമയമെടുക്കും. പക്ഷേ ആ സമയമല്ല അവിടുത്തെ പ്രശ്നം. അത് സുരക്ഷിതമാണോ ഇല്ലയോ എന്നറിയുക എന്നുള്ളതാണ് അവിടെ പ്രാധാന്യമുള്ളത്. വേഗതയ്ക്കല്ല അവിടെ പ്രാധാന്യം, അവധാനതയ്ക്കാണ്. അത്രയും അവധാനതയോടു കൂടിയാണ് അവർ ജീവിക്കുന്നത്. അപ്പം വേഗതയേറിയ ഒരു ജീവിതമല്ല ഇവിടെ പാമ്പായാലും ലാവോട്സും ആയാലും ധൃതി പിടിച്ചൊരു ജീവിതത്തിന് അവർ അനുകൂലമല്ല. അവർ പറയുന്നത് നിങ്ങൾ ധൃതിയില്ലാതെ ജീവിക്കുക. ധൃതി കൊണ്ട് നമ്മൾ എവിടെ എത്തുന്നില്ല, വേഗത്തിൽ ഓടിയത് കൊണ്ട് നമ്മൾ എവിടെ എത്തുന്നില്ല. കാര്യം ജീവിതം ഇങ്ങനെ ഒരു രേഖീയമായിട്ടുള്ള യാത്ര മാത്രമല്ല. ജീവിതത്തിന് വെർട്ടിക്കലായിട്ടുള്ള ഒരു ലൈഫും കൂടിയുണ്ട്, താഴേക്കും കൂടെ ഒരു ലൈഫുണ്ട്, ഡീപ്പായിട്ട് പോകുന്നൊരു അനുഭവമുണ്ട്. നമ്മൾ വെറുതെ മുമ്പോട്ട് കയറി ഓടി എവിടെയോ എത്തിച്ചേരാനുള്ള ആ ഓട്ടം മാത്രമല്ല, നമുക്ക് താഴേക്ക് പോകാനുള്ള ഒരു കഴിവും കൂടിയുണ്ട്. അതും കൂടെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവധാനതയോടുകൂടി പതുക്കെ മുന്നോട്ട് പോകാനാണ് ദാർശനികന്മാരും സന്യാസിമാരും നമ്മുടെ ഗുരുക്കന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ചുവടും ശ്രദ്ധിച്ച് വയ്ക്കുക. തൊട്ടുമുമ്പിലെ ബലം പരിശോധിച്ച് മാത്രം അടുത്ത ചുവട് വയ്ക്കുക. മനുഷ്യൻ അങ്ങനെ നടക്കുന്നത് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. എത്ര മെല്ലെ ആയിരിക്കും, പക്ഷേ എത്ര സുഭഗമായിരിക്കും ആ യാത്ര. അത്രയും അവധാനതയോടുകൂടി നടക്കുമ്പോൾ നമുക്ക് ഈ ലോകം തന്നെ മറ്റൊരു രീതിയിൽ വിടർന്നു വരും. പതുക്കെ ജീവിക്കുന്നതിൻ്റെ സൗന്ദര്യം അതാണ്. പതുക്കെ സഞ്ചരിക്കുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ദർശിക്കാൻ പറ്റുന്നത്. വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമുക്കിതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമാവുകയില്ല. നമുക്ക് ഈ അനുഭവം, യാത്ര എന്ന് പറയുന്ന അനുഭവം നമുക്കുണ്ടാവുകയില്ല. നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താമെന്ന് മാത്രം. പക്ഷേ ഒരിക്കലും യാത്ര ഒരു അനുഭവമാകില്ല. യാത്ര അനുഭവമാകണമെങ്കിൽ നിന്ന് പതുക്കെ പോകണം. അപ്പം ഇത് പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോവും, വേഗത്തിലോടുന്നവന് വഴിതെറ്റിപ്പോവും. ഇങ്ങനെ പല 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 പ്രോവർബ്സും ഉണ്ട്, പഴഞ്ചൊല്ലുകളും ഉണ്ട്. അപ്പം ഇതെല്ലാം ധൃതിയില്ലാത്ത അവധാനതയോടുകൂടിയ അഗാധമായ അനുഭവമൂല്യമുള്ള ഒരു ജീവിതത്തിനെയാണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. ഇത്തരത്തിലുള്ള തൽക്കാലം ഇത്രയൊക്കെ മതി. ഇനിയും കുറേ പാഠങ്ങളുണ്ട്, പക്ഷെ അതിനൊന്നും പ്രസക്തി കുറവാണ്. ഇത്രയും പാഠങ്ങൾ മനസ്സിൽ വയ്ക്കുക. വാസുകി, സർപ്പരാജാവായ വാസുകി നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്രയും പാഠങ്ങളാണ്. രണ്ടാമതാരാണ് എപ്പോഴും ഭഗവാന്റെ കൂടെയുള്ളത്? ഭഗവാനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം സർപ്പമാണ് ഓർമ്മ വരുന്നത്. അത് ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. രണ്ടാമത് നമുക്ക് ഓർമ്മ വരുന്നത് ആരെയാണ്? ഭഗവാനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുന്ന, ഭഗവാനെ തൻ്റെ ചുമലിൽ എടുത്ത് സഞ്ചരിക്കുന്ന കരുത്തനായിട്ടുള്ള ഒരു ഋഷഭം, ഒരു കാളക്കുട്ടൻ. എന്താണ് അവൻ്റെ പേര്? നന്ദി. സന്തോഷം കൊടുക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ. മനോഹരമായൊരു പേരാണ് അവൻ്റെ അച്ഛൻ അവനിട്ടത്. നമുക്ക് നന്ദിയുടെ കഥയൊന്ന് കേൾക്കാം. നന്ദിയുടെ പിതാവ് ഒരു മഹർഷിയായിരുന്നു, ശിലാദ മഹർഷി. അദ്ദേഹം ജപവും തപവും ധ്യാനവും പാഠനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്, പഠനവും ഒക്കെ ആയിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ശിലാദ മഹർഷിക്കൊരാഗ്രഹം, തനിക്കൊരു പുത്രനും വേണം, ഒരു പുത്രനെയും കൂടെ വേണമെന്നൊരാഗ്രഹം. ശിലാദ മഹർഷി ശിവനെ ധ്യാനിച്ചു, ശിവനെ തപസ് ചെയ്തു. അങ്ങനെ ശിവൻ്റെ ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടായി. ശിവനോട് അദ്ദേഹം തൻ്റെ ഇംഗിതം അറിയിച്ചു, എനിക്കൊരു പുത്രനെ വേണം. ആ പുത്രൻ മരണമില്ലാത്ത ആയുസ്സുള്ള, ദീർഘായുസ്സുള്ളൊരു മനുഷ്യൻ, ഒരു പുത്രൻ ഉണ്ടാവണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ശിവൻ പറഞ്ഞു,
ജനിച്ചാൽ എല്ലാവർക്കും മരിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അങ്ങയെപ്പോലുള്ളവരിൽ നിന്ന് ഉണ്ടാവരുതാത്തതാണ്. ഏതായാലും അങ്ങയുടെ ആഗ്രഹം വെറുതെ ആവില്ല. അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ പോലും അങ്ങേക്ക് മരണമില്ലാത്തൊരു പുത്രൻ ഉണ്ടായിരിക്കും എന്ന് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ മറയുകയാണ്. പിന്നീട് അദ്ദേഹം ഒരു യാഗം നടത്തി. ആ യാഗത്തിൻ്റെ ഒടുവിൽ വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ടുള്ളൊരു യാഗത്തിൻ്റെ ഒടുവിൽ അഗ്നിയിൽ നിന്ന് തേജസ്വിയായ ഒരു ആൺകുട്ടി ഉയർന്നു വന്നു. അവനെയാണ് നന്ദി എന്ന് വിളിച്ചത്. അച്ഛൻ തൻ്റെ പിതാവിനെ വണങ്ങി നിന്നു. നന്ദി. അച്ഛൻ നന്ദിയെ എന്ത് ചെയ്തു? വേദങ്ങൾ പഠിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ നന്ദി അതൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നന്ദിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ശിവൻ്റെ നാമം കേട്ടാലോ ശിവലിംഗം കണ്ടാലോ നന്ദി കണ്ണീരണിഞ്ഞു പോകും. കണ്ണുനീരണിയുക മാത്രമല്ല, വളരെ ഭക്തിപൂർവം ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ശിവലിംഗത്തെ വെള്ളമൊഴിച്ച് കഴുകി പാലിൽ അഭിഷേകം ചെയ്യുക, പൂക്കൾ അർപ്പിക്കുക, അതിൻ്റെ മുമ്പിൽ ദീർഘനേരം ധ്യാനിച്ചിരിക്കുക. ഇതൊക്കെ നന്ദിയുടെ സ്വഭാവമായിരുന്നു. ഇതൊക്കെ എന്തോ ഒരു പൂർവ്വജന്മവാസന പോലെ ആരും പറഞ്ഞു കൊടുക്കാതെ, ആരും കാണിച്ചു കൊടുക്കാതെ നന്ദി താനേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പിതാവിന് ഇതൊന്നും തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നില്ല. ശിവപൂജ ചെയ്തുകൊണ്ട് നന്ദി ജീവിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മറ്റു 2 മഹർഷിമാർ ശിലാദ മഹർഷിയെ കാണാനായിട്ട് കുടിലിലെത്തി. കുടിലിലെത്തിയപ്പോൾ അവരുടെ മുമ്പിലേക്ക് നന്ദി ഓടി വന്നു. അപ്പം പിതാവല്ലേ പറഞ്ഞു, ഇതാണ് എൻ്റെ മകൻ നന്ദി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 മഹർഷിമാർ നന്ദിയെ നോക്കിയിട്ട് അവരുടെ മുഖം വിവർണമായെന്ന് വെച്ചാൽ മുഖത്ത് സങ്കടം, ദുഃഖം. അപ്പോൾ ഇത് ശിലാദ മഹർഷി ശ്രദ്ധിച്ചു. നന്ദി പോയി കഴിഞ്ഞപ്പോൾ ശിലാദ മഹർഷി അവരോട് ചോദിച്ചു, പറയൂ, നിങ്ങൾ എന്താണ് അവനിൽ കണ്ടത്? നിങ്ങളുടെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പറയൂ, എൻ്റെ മകൻ എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മഹർഷിമാർ പറഞ്ഞു, നിൻ്റെ മകൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു, അവൻ്റെ ആയുസ് അവസാനിക്കാറായിരിക്കുന്നു, ആർക്കും തന്നെ അവനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇത്രയും പറഞ്ഞിട്ട് ആ മഹർഷിമാർ അവിടെ നിന്ന് പോയി. ശിലാദ മഹർഷി വലിയ വിഷാദത്തിലായി. അത്രയേറെ തൻ്റെ മകനെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. ഇപ്പം തനിക്ക് ജനിച്ച മകൻ തൻ്റെ കാലത്തിന് മുമ്പ് തന്നെ തന്നെ വിട്ടു പോകുന്ന കാഴ്ച കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ആ പിതാവിൻ്റെ ഹൃദയം നൊന്തു. അപ്പോൾ തൻ്റെ പിതാവ് വിഷമിച്ചിരിക്കുന്നത് കണ്ട നന്ദി ചോദിച്ചു, കാരണം അന്വേഷിച്ചു. അപ്പോൾ ശിലാദ മഹർഷി കാര്യങ്ങൾ പറഞ്ഞു, നിൻ്റെ ആയുസ് എണ്ണപ്പെട്ടിരിക്കുന്നു, ഏത് നിമിഷവും മരണം വന്ന് നിന്നെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നന്ദി പറഞ്ഞു, അങ്ങനെ യമരാജാവിന് തോന്നിയതുപോലെയൊന്നും എൻ്റെ ആയുസിനെ എടുക്കാൻ സാധിക്കുകയില്ല. അതിന് ആരുടെ അനുവാദം വേണം? എൻ്റെ സ്വാമിയുടെ അനുവാദം വേണം. എൻ്റെ സ്വാമി ആരാണ്? സാക്ഷാൽ മഹാദേവനാണ്, മൃത്യുഞ്ജയനാണ്, മരണത്തെ ജയിച്ചവൻ. മഹാദേവനോട് ചോദിക്കാതെ കാലന് എൻ്റെ ജീവൻ എടുക്കാൻ സാധിക്കുകയില്ല. അച്ഛനൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഞാനിതാ മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്താൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെറിയ വയസ്സുള്ള നന്ദി കഠിനമായ തപസ്സിലേക്ക് പോവുകയാണ്. ഓം നമഃശിവായ ജപിച്ചുകൊണ്ട് ദീർഘമായ തപസ്സിലേക്ക് പോയി. തപസ്സിലൂടെ അല്ലാതെ ആരും തന്നെ ഭഗവാനിലേക്ക് എത്തുന്നില്ല. സ്നേഹത്തിലൂടെയും തപസ്സിലൂടെയുമാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നതെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്ന കഥകളാണിതെല്ലാം. ഏതായാലും ശിവൻ പ്രത്യക്ഷനായി. നന്ദിയോട് ചോദിച്ചു, എന്താണ് കുഞ്ഞേ, എന്താണ് നിൻ്റെ ആഗ്രഹം, പറയൂ. അപ്പോൾ പറഞ്ഞു, മരണം എന്നെ തേടിയെത്തുന്നു, അതിൽ നിന്ന് അങ്ങനെ രക്ഷിക്കുകയില്ലേ എന്ന് ചോദിച്ചു. നന്ദിയുടെ ആ നിഷ്കളങ്കമായ സ്നേഹത്തിൽ സംപ്രീതനായ ഭഗവാൻ പറഞ്ഞു, മരണം നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, നീ കാലത്തിനതീതനായി എന്നോടൊപ്പം എൻ്റെ സവിധത്തിലുണ്ടായിരിക്കും. നീ എൻ്റെ വാഹനമായിരിക്കും, നിന്നിലൂടെയാണ് ഇനി ഞാൻ സഞ്ചരിക്കാൻ പോകുന്നത്. നീയാണ് എൻ്റെ ചലനം, നീയാണ് എന്നെ വഹിച്ചുകൊണ്ട് പോകുന്നത്. ത്രിലോകങ്ങളിലും നമ്മളൊരുമിച്ചാണ് ഇനി സഞ്ചരിക്കുന്നത്. അതുമാത്രമല്ല, എൻ്റെ ഭൂതഗണങ്ങളുടെ അധിപനാണ് നീ നന്ദികേശ്വരൻ എന്നറിയപ്പെടും.
നീ എല്ലാ വിദ്യകളിലും പാരംഗതനായിരിക്കും. നീ ഒരുപാട് മഹർഷിമാരുടെ, ഒരുപാട് ജ്ഞാനികൾക്ക് നീ ഗുരുവായിരിക്കും എന്ന് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് നന്ദി ശിവഭഗവാന്റെ വാഹനമായതും അദ്ദേഹത്തിൻ്റെ കൂടെ കൽപ്പാന്തകാലത്തോളം സഞ്ചരിക്കുന്നത്. നന്ദിയിൽ നിന്ന് എന്താണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്? നന്ദിയിൽ നിന്ന് പഠിക്കാനുള്ളതും ആദ്യം ഞാൻ പറഞ്ഞ പാഠം തന്നെയാണ്. നിഷ്കളങ്കത, സരളത, നിർമ്മലത, നിർമ്മലമായ ഭക്തി. അത് ഭയങ്കര ഒരു ബലമാണ്. ആ ബലമുണ്ടെങ്കിലേ ജീവിതത്തിൻ്റെ ശരിക്കുള്ള പരീക്ഷണത്തിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. ജീവിതം വലിയ ടെസ്റ്റൊന്നും മുമ്പിൽ വെക്കുന്നില്ലെങ്കിൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു 10/10 അങ്ങ് പോവാം. പക്ഷേ റിയൽ ടെസ്റ്റ് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ, ശരിയായിട്ട് ജീവിതം നമ്മളെ പരീക്ഷിക്കണം, അല്ലെങ്കിൽ നല്ല ഒരു പാഠം നമ്മളെ പഠിപ്പിക്കണമെന്ന് ജീവിതം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നേരിടാൻ നമ്മളുടെ സാമാന്യമായ അവസ്ഥയ്ക്ക് സാധിക്കുകയില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ അപ്ഗ്രേഡ് ചെയ്യണം. സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഉദ്ധരേത്. നമ്മൾ നമ്മളെ തന്നെ ഉദ്ധരേത് ആത്മനാത്മാനം. നമ്മൾ നമ്മളെ തന്നെ ഉയർത്തണം. ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് നേരിടാൻ പറ്റാത്ത വെല്ലുവിളികൾ വരും. സാധാരണ വെല്ലുവിളികളെയൊക്കെ നേരിടാനുള്ള കരുത്ത് ഒരുമാതിരി എല്ലാവർക്കും ഉണ്ട്. സാധാരണ വെല്ലുവിളികൾ എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന എക്സാം, ജോലി, പരീക്ഷ, വിവാഹം, വീട്, അല്ലേ? ഇതൊക്കെയാണ് സാധാരണ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്ന ഇടങ്ങൾ. രോഗം, അങ്ങനെയൊക്കെ. അസാധാരണമായ പരീക്ഷണങ്ങൾ വരും. അസാധാരണമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് ചോസൺ ആയിട്ടിങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ അവസ്ഥ കൊണ്ട് അതിനെ നേരിടാൻ സാധിക്കുകയില്ല. നമ്മൾ അതിനനുസരിച്ച് വലുതാകാൻ പഠിക്കണം. ചെറുതാകാനും വലുതാകാൻ ഹനുമാനിൽ നിന്ന് പഠിക്കണം, അല്ലേ? ഹനുമാൻ ഓരോ പ്രശ്നം വരുമ്പോഴും എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? വലുതായിക്കൊണ്ടാണ്. ഒരു കുട്ടിക്കുരങ്ങനെ ചെയ്യാൻ സാധിക്കാത്തത് വലിയ കുരങ്ങനെ സാധിക്കുമെന്ന് ഹനുമാൻ കണ്ടെത്തി. ലങ്കയിലേക്ക് പോകാൻ വേണ്ടി ആദ്യം അദ്ദേഹം ചെയ്തത് എന്താണ്? സ്വയം വലുതായി. സ്വയം വലുതായിക്കൊണ്ടാണ് അദ്ദേഹം അത് സാധിച്ചത്. അപ്പം ഇതുപോലെയാണ് നമ്മൾ. വലിയ വലിയ വെല്ലുവിളികൾ വരും. ലങ്കയിലേക്ക് ചാടുന്നത് പോലെയുള്ള വലിയ വെല്ലുവിളികൾ വരും. അവിടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ സാധാരണ അവസ്ഥയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടെ നമ്മളെ സഹായിക്കാൻ പോണത് നിർമ്മലമായ ഭക്തിയാണ്. കുട്ടിക്കളിയല്ല അത്. അത് തമാശ. വെരി സീരിയസ്. റിയൽ ഭക്തി. നമ്മൾ പുരാണങ്ങളിൽ കണ്ടിട്ടുള്ള, ഇതിഹാസങ്ങളിൽ കണ്ടിട്ടുള്ള, വേദങ്ങളിൽ കണ്ടിട്ടുള്ള, നമ്മുടെ സംസ്കാരം നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തിയില്ലേ, തപസ്സില്ലേ, അതിൻ്റെ ഒരു 80-90%, 70-80-90% നമുക്ക് ഇപ്പോൾ ഈ ജീവിതത്തിൽ അത് നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രം നേരിടാവുന്ന വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോഴാണ് നമ്മൾ സ്വയം അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി അതിൻ്റെ ബെഞ്ച് മാർക്ക് ഉയർത്തുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളെ തന്നെ റീഡിഫൈൻ ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പ്രകൃതിക്കും പ്രപഞ്ചത്തിനും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മൾ മാറണം. അതാണ് വാസ്തവത്തിൽ ആദ്യം തന്നെ നമ്മൾ നന്ദിയിൽ നിന്ന് പഠിക്കുന്നത്. ഇവർക്കൊക്കെ സുഖമായിട്ട് ജീവിക്കായിരുന്നു, അല്ലേ? വളരെ കാഷ്വലായിട്ട് ജീവിച്ചു പോകാം. അതിനൊക്കെയുള്ള എല്ലാ ചുറ്റുപാടുകളും ഒക്കെ ഉള്ളവരാണ്. പ്രത്യേകിച്ചും വാസുകി രാജാവാണ്. രാജാവിന് കിട്ടാത്തത് എന്താണുള്ളത്? പക്ഷെ എന്നിട്ടും ശിവൻ എന്നുള്ള ഒറ്റ പേരിൽ വാസുകി അല്ലാതായി മാറി. തൻ്റെ രാജ്യവും വേണ്ട, ഒന്നും വേണ്ട. ആരേ വേണ്ടു? ശിവനെ മാത്രം മതി. അപ്പം ഇതുപോലെയാണ് നമ്മൾ. ചിലപ്പോൾ എല്ലാം തന്നെ വെടിഞ്ഞ് നമുക്ക് അതിലേക്ക് മാറേണ്ടി വരും. എന്താണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ലെസൺ? നന്ദിക്ക് 4 കാലുകളുണ്ട്. അത് ജസ്റ്റ് ഒരു പാസിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ 4 കാലുകൾ 4 തത്വങ്ങളാണത്രേ. 1 സത്യം, 2 ധർമ്മം, 3 ശാന്തത, 4 സ്നേഹം അല്ലെങ്കിൽ ഡിവോഷൻ, ഭക്തി. ഈ 4 കാലുകൾ വെച്ചിട്ടാണ്
നന്ദി ഈശ്വരനെ അടുത്തെത്തുന്നതും ഈശ്വരനെ താങ്ങി നടക്കുന്നതും. സത്യം, ധർമ്മം, ശാന്തി, സ്നേഹം, ഭക്തി, നിർമ്മലമായ ഭക്തി. ഇതാണ് അവരുടെ 4 കാലുകൾ. നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വലിയ വലിയ വെല്ലുവിളികൾ വരുമ്പോൾ ഇടറിപ്പോകാത്ത മനസ്സ്, ധാർമ്മികത, സത്യം എന്ന് പറഞ്ഞാൽ വെറും ട്രൂത്ത്ഫുൾ വാക്കിലെ സത്യം മാത്രമല്ല, ജീവിതത്തിൻ്റെ സത്യം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മനനശീലം നമുക്കുണ്ടാവണം. ധാർമ്മികത നമുക്കുണ്ടാകണം. ധർമ്മം എന്നുള്ള ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്? എനിക്ക് അഹിതമായത് ഞാൻ മറ്റൊരാളോട് ചെയ്യരുത്. അതാണ് ധർമ്മത്തിൻ്റെ മൂലം. എനിക്ക് അഹിതമായത് ഞാൻ മറ്റൊരാളോട് ചെയ്യരുത്. ഇതാണ് ധർമ്മത്തിൻ്റെ ഒരു സാമാന്യ രൂപം. വിശേഷമായിട്ട് ഓരോ സിറ്റുവേഷനിലും നമ്മൾ മനനം ചെയ്ത് കണ്ടെത്തേണ്ടി വരും. പിന്നെയുള്ളത് ശാന്തത, മനസ്സിൻ്റെ മനഃപ്രസാദം. മനസ്സെപ്പോഴും പ്രസന്നമാക്കി വയ്ക്കുക. ഈശ്വരനെ കുറിച്ച് ഓർത്ത് മനസ്സ് പ്രസന്നമാക്കിയിരിക്കുക, പ്രസാദത്തോടു കൂടി ഇരിക്കുക. വിഷാദത്തിലേക്ക് വീണു പോകാൻ എളുപ്പമാണ്. പ്രസാദത്തിലിരിക്കാൻ കുറച്ച് പരിശീലനം ആവശ്യമുണ്ട്. വിഷാദത്തിലേക്ക് വീണു പോകാൻ എല്ലാവർക്കും പറ്റും. കുറച്ചു നേരം നമ്മൾ അലർട്ടല്ലാതിരുന്നാൽ നമ്മൾ വിഷാദത്തിൽ ചെന്നിരിക്കും. വിഷാദം ഒരു താഴേക്കൊരു വീഴ്ചയാണ്, പ്രസാദം ഒരു കയറ്റമാണ്. കയറ്റത്തിനാണ് എഫർട്ട് ഇടേണ്ടത്, വീഴ്ചയ്ക്ക് എഫർട്ടില്ല. പക്ഷേ എഫർട്ടില്ലാതെ നമ്മൾ ചെന്നെത്തുന്നത് വിഷാദത്തിലായിരിക്കും. എഫർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് പ്രസാദത്തിലുമായിരിക്കും. അതല്ലെങ്കിലും അങ്ങനെയല്ലേ? രോഗം വരാനാണോ എളുപ്പം, ആരോഗ്യം ഉണ്ടാക്കാനാണോ? രോഗം വരുത്താനാണ് എളുപ്പം. ആരോഗ്യം നിലനിർത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, നല്ല പ്രയത്നം ആവശ്യമുണ്ട്. ഉള്ള ആരോഗ്യം നിലനിർത്താനാണെങ്കിലും പുതിയ ആരോഗ്യത്തെ സൃഷ്ടിക്കാനാണെങ്കിലും പ്രയത്നം ശരിക്ക് വേണം. മനസ്സിന് നല്ല അച്ചടക്കമുണ്ടാവണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം. പ്രയത്നം ആവശ്യമുണ്ട്. രോഗം വരാനോ, ഡയബറ്റിക് ആവാനോ, ഹാർട്ടിന് ഡിസീസ് വരാനോ, അല്ലെങ്കിൽ കൊളസ്ട്രോളോ BP വരാനോ എന്തെങ്കിലും പാടുണ്ടോ? പാടില്ലെന്ന് മാത്രമല്ല, ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു വഴിയാണ് അവിടേക്ക് വെച്ചിരിക്കുന്നത്. ഏറ്റവും സുഖകരമായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും കഴിച്ച് പായസവും കുടിച്ച് ലഡുവും ജിലേബിയും കേക്കും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ രോഗവും നമുക്കുണ്ടാവും. നമ്മുടെ ആരോഗ്യം മുഴുവൻ നശിച്ചിട്ടുണ്ടാവും. ഇതുപോലെയാണ്. ഇത് ശരീരത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ മനസ്സിൻ്റെ അവസ്ഥ ഇതിനേക്കാളും കഷ്ടമാണ്. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ വിഷാദത്തിലേക്ക് താനേ ചെന്നെത്തും, ഡിപ്രഷനിലേക്ക് ചെല്ലും. എൻ്റർടൈൻമെൻറ്റ് നിർത്തി ചീപ്പ് ഡോപ്പമൈനാണത്. നമ്മൾ പണ്ട് പഠിച്ച ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചീപ്പ് ഡോപ്പമൈനിലേക്ക് പോയാൽ നമ്മൾ പെട്ടെന്ന് വിഷാദത്തിലെത്തും. അവിടെ നമ്മൾ വേണ്ടത് ഏൺഡ് ഡോപ്പമൈൻ എങ്ങനെയാണ് എത്തുക? ധ്യാനത്തിലൂടെ, പഠനത്തിലൂടെ, മനനത്തിലൂടെ, ക്രിയേറ്റീവായിട്ടുള്ള പ്രവൃത്തികളിലൂടെയാണ്, സൃഷ്ടിപരമായ പ്രവൃത്തികളിലൂടെയാണ് നമ്മളെങ്ങനെ ഏൺഡ് ഡോപ്പമൈൻ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിനെ പ്രസാദമാക്കുന്നത്. ഇനി അവസാനത്തെ എന്താണ്? സ്നേഹം, നിർമ്മലമായ സ്നേഹം. സ്നേഹിച്ചേക്കുക. മനുഷ്യനും കിട്ടിയേക്കണ ഒരു ഫാക്കൽറ്റിയാണത്. ഒരാളെ അല്ല സ്നേഹിക്കാൻ പറയണത്, സ്നേഹമായി മാറിയേക്കുക. ഗോഡ്ലിനെസ് നോക്കുന്നിടത്തെല്ലാം ഈശ്വരനെ മാത്രം കണ്ട് സ്നേഹമായി മാറുക. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് 4 നന്ദി പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. നന്ദി വളരെ പ്രധാനപ്പെട്ടൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ ചെന്നാൽ നന്ദി എങ്ങനെയാണ് ഇരിക്കുന്നത്? സൈലൻറ്റ്. പിന്നെ സൈലൻ്റായിട്ട് മാത്രമല്ല, നന്ദി ഇരിക്കുകയാണ് ഒരിടത്ത്, വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മളൊന്നെങ്കിൽ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ അലസമായി പോകും, അല്ലേ? പക്ഷെ നന്ദി ഇരിക്കുന്നത് എങ്ങനെയാണ്? നന്ദി ഉറങ്ങുന്നുണ്ടോ? ഇല്ല. നന്ദി അലസമായിട്ടാണോ ഇരിക്കുന്നത്? അല്ല. നന്ദി അലേർട്ട് ആൻഡ് എവേക്ക്, ഉണർന്നിരിക്കുകയാണ്, ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണ്. പിന്നെയോ വെറുതെ ഇരിക്കുകയാണ്. അവിടെ കിടന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. വളരെ ജെന്റിലായിട്ട്, ക്വയറ്റായിട്ട്, എന്നാൽ അലേർട്ട് ആൻഡ് എവേക്കായിട്ട്. ഇതാണ് നമ്മൾ നന്ദിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം.
ക്ഷേത്രത്തിലായാലും ശരി, അല്ലെങ്കിൽ മൊത്തം ജീവിതം തന്നെ ഒരു ക്ഷേത്രമായി എടുത്താൽ നമ്മളവിടെ ഈശ്വരനെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈശ്വരന് മുമ്പിൽ നമ്മൾ കാത്തിരിക്കാനാണ് പഠിക്കേണ്ടത്. ദ ആർട്ട് ഓഫ് ഗ്രേസ്ഫുൾ വെയിറ്റിംഗ്, കാത്തിരിപ്പിൻ്റെ കല, സുഭഗമായ കാത്തിരിപ്പെന്ന കല, ദ ആർട്ട് ഓഫ് ഗ്രേസ്ഫുൾ വെയിറ്റിംഗ്. അതായത് നമുക്ക് രണ്ട് രീതിയിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കാം. എന്തിന്, എങ്ങനെയാണത്? ഒന്ന്, തേടിപ്പോവുക, അന്വേഷിച്ച് കണ്ടെത്തുക. അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക്. രണ്ടാമതൊരു വഴിയുണ്ട്, അന്വേഷിക്കാനോ കണ്ടെത്താനോ പോകണ്ട, അത് കഠിനമായ വഴിയാണ്. രണ്ടാമതൊരു വഴിയുണ്ട്, കാത്തിരിക്കുക. കാത്തിരുന്ന് കഴിഞ്ഞാൽ യാതൊരുവിധ അക്ഷമയുമില്ലാതെ സുഭഗമായിട്ട് കൃതജ്ഞതയോടുകൂടി ഭക്തിയോടും സ്നേഹത്തോടും കൂടി നിർമ്മലമായ ഹൃദയത്തോടെ കാത്തിരുന്നാൽ ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് വരും. ഈ രണ്ട് വഴികളാണ് അവിടെയുള്ളത്. ഒന്ന്, ഭഗവാനെ തേടി പോവുക, ഭഗവാനെ അന്വേഷിച്ച് കണ്ടെത്തുക. ഭഗവാൻ ഉള്ളിടത്തേക്ക് നമ്മൾ ചെന്നെത്തുന്ന അതികഠിനമായിട്ടൊരു പാതയുണ്ട്. അതാണ് ജ്ഞാനമാർഗം, അന്വേഷിയുടെ മാർഗമാണത്. അന്വേഷിച്ച് പോവുക, സ്വയം പ്യൂരിഫൈ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതികഠിനമാണ്. ഒരു വാൾത്തലപ്പിലൂടെ നടക്കുന്നത് പോലെയാണെന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. മറ്റൊരു മാർഗമുണ്ട്, സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ, ഡിവോഷൻ്റെ, ഭക്തിയുടെ, കാത്തിരിപ്പിൻ്റെ മനോഹരമായൊരു മാർഗമുണ്ട്. അവിടെ നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ എന്ന് പറഞ്ഞാൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇരിക്കുന്നത്, ഉണർന്നാണ് ഇരിക്കുന്നത്. കാര്യം തൻ്റെ മഹാപ്രഭു എപ്പോൾ വേണമെങ്കിലും എത്താം, ഇപ്പം എത്തും എന്നുള്ള രീതിയിലായിരിക്കുന്നത്. പക്ഷേ ഒട്ടും അക്ഷമയില്ല. തൻ്റെ പ്രഭു തൻ്റെ തൊട്ടരികിലുണ്ട്, ഈ നിമിഷം തൻ്റെ പേര് വിളിക്കും, തൻ്റെ മുമ്പിലെത്തും. ഇമ്മിനൻ്റായിട്ട് അത് എത്തും, അത് നമുക്കറിയാം. പക്ഷെ നമുക്ക് ഒരു അക്ഷമയില്ല. നമ്മളൊന്ന് വേഗം വാ എന്ന് പറയുന്ന യാതൊരു ചേഷ്ടകളുമില്ല, യാതൊരു അക്ഷമയുമില്ല. നിതാന്തമായ കാത്തിരിപ്പ്, നിതാന്തമായ കാത്തിരിപ്പ്. ഇത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് ഇന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ദ ആർട്ട് ഓഫ് വെയിറ്റിംഗ്, അത് ഉന്നതമായ ഒരു കഴിവാണ്. ദ ആർട്ട് ഓഫ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾക്ക് നമ്മൾ വെയിറ്റ് ചെയ്താലേ അത് സംഭവിക്കൂ. കാത്തിരിക്കുക എന്നുള്ളത് ഒരു വലിയ കലയാണ്. സുഭഗമായി കാത്തിരിക്കുക, അക്ഷമയോടെ കൂടി കാത്തിരിക്കാനല്ല. ഒരു ആശയം ഇങ്ങനെയാണ്, ഈശ്വരനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്ന പ്രായത്തിൽ നമ്മൾ ഈശ്വരനോട് ധാരാളം സംസാരിക്കും. കുട്ടിക്കാലത്ത് അങ്ങനെയല്ലേ, എനിക്ക് പരീക്ഷയിൽ ജയിക്കണം, എനിക്ക് ഭക്ഷണം, നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടണം, എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം. ഇങ്ങനെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ ഭഗവാന് മുമ്പിൽ ഇങ്ങനെ കലവലയെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മളിങ്ങനെ ചോദിക്കുന്നതുകൊണ്ടൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ചോദിക്കാതെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അറിഞ്ഞ് ചോദിക്കാത്തത് നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ അങ്ങ് കുറയ്ക്കും. ചോദ്യങ്ങൾ കുറഞ്ഞു വരും. നമ്മൾ പുരോഗമിക്കുന്നതനുസരിച്ച് നമ്മളുടെ ആവശ്യങ്ങളും ആവലാതികളും ഒച്ചപ്പാടുകളും ബഹളവും കുറഞ്ഞു വരും. അങ്ങനെ വന്ന് കംപ്ലീറ്റ് സൈലൻസിലേക്ക് പോകും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല, എല്ലാം അറിഞ്ഞു തരുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷനാണ്. ഇവിടം കൊണ്ട് തീർന്നോ? ഇവിടം കൊണ്ട് തീരുന്നില്ല. ആദ്യം ഞാൻ ഈശ്വരനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പിന്നീട് മെല്ലെ ഞാൻ നിശബ്ദനായി. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ രണ്ട് ഘട്ടങ്ങളും കഴിഞ്ഞപ്പോൾ പുതിയ മൂന്നാമത്തെ മനോഹരമായൊരു ഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായി. എന്താണത്? ഞാൻ കാതോർത്തു തുടങ്ങി. ഞാൻ ഈശ്വരനെ കാതോർത്തു തുടങ്ങി. അപ്പോഴാണ് ഈശ്വരൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു തുടങ്ങിയത്. ഇതാണ് ആ ഘട്ടം. ഇവിടെയാണ് നന്ദി നിൽക്കുന്നത്. നന്ദി അങ്ങോട്ട് പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. നന്ദി വെറുതെ നിശബ്ദമായി പോയ ഒരു ഘട്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? നന്ദി ആക്ച്വലൈസ്ഡായി. നന്ദി ഇപ്പോൾ കേൾക്കുകയാണ്. നന്ദി സംസാരിക്കുകയല്ല, നന്ദി സംസാരിക്കാതിരിക്കുകയുമല്ല. പിന്നെയോ നന്ദി കേൾക്കുകയാണ്, ശ്രവിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. തൻ്റെ പ്രഭുവിൻ്റെ ചെറിയ ചലനങ്ങൾ പോലും
പ്രഭുവിൻ്റെ ഉള്ളിൽ മുഴങ്ങുന്ന പ്രണവധ്വനി പോലും ഇപ്പോൾ നന്ദിക്ക് കേൾക്കാം. 2 കാതുകളും നന്ദി ഭഗവാന് നേരെ തിരിച്ചു വെച്ച് തൻ്റെ ചുണ്ടുകൾക്ക് താഴിട്ട് പൂട്ടി, അധരങ്ങൾക്ക് താഴിട്ട് പൂട്ടി, തൻ്റെ കാതുകൾ തുറന്നു വെച്ച് കൈകാലുകൾ മടക്കി, ചാബല്യങ്ങളും ചേഷ്ടകളും ഒന്നും കാണിക്കാതെ കൈകാലുകൾ മടക്കി, എല്ലാം ബന്ധിച്ച് നിശ്ചലനായി നിശബ്ദനായി ഭഗവാന്റെ മുമ്പിൽ ഭഗവാന്റെ വാക്കുകളെയും ഭഗവാന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചെറു ചലനങ്ങളെ പോലും കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതാണ് ധ്യാനം. ഇതാണ് ശരിയായ അർത്ഥത്തിലുള്ള ധ്യാനം. ഈശ്വരന് കാതോർക്കുക. ബൈബിളിലൊരു ഉപമയുണ്ട് ഇതിന് സമാനമായിട്ട്. മണിയറ ഒരുക്കി കാത്തിരിക്കുക, മണവറത്തോഴൻ എപ്പോൾ വേണമെങ്കിലും കടന്നു വരും. ഇതാണ് ആ മെറ്റഫർ. പുതുതായി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി രാത്രിയിൽ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. കിടക്ക വിരിച്ച് പൂക്കളൊക്കെ വെച്ച് റാന്തലൊക്കെ വെച്ച് അവൾ കാത്തിരിക്കുന്നു ഉറങ്ങാതെ. അവൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കാര്യം തൻ്റെ പ്രഭു ഏത് നിമിഷവും വരാം. അപ്പോൾ ആ സ്നേഹമുള്ളത് കൊണ്ടും ആ ബഹുമാനമുള്ളത് കൊണ്ടും ആ എക്സൈറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ടും അവൾക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല. അവൾ അലർട്ടായിട്ട് കാത്തിരിക്കും. എത്ര രാത്രിയായാലും അവൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഓരോ നിമിഷവും അവൾ കാത്തിരിക്കും. എന്നാൽ പുറത്തു പോയി ബഹളം വയ്ക്കുമോ, ഒന്ന് വരാവോ, എനിക്കൊന്ന് ഉറങ്ങണം, അങ്ങനെയൊന്നും പറയില്ല. യാതൊരു ധൃതിയുമില്ല. പക്ഷേ ഉറക്കവുമില്ല. മനോഹരമായ ഈ ഒരു അവസ്ഥയാണ് ഈശ്വര സ്നേഹമായിട്ടും ഈശ്വര പ്രേമമായിട്ടും വ്യാഖ്യാനിച്ചത്. മണവറത്തോഴിയെ പോലെ, മണവറത്തോഴനെ കാത്തിരിക്കുന്ന മണവറത്തോഴിയെ പോലെ കാത്തിരിക്കുന്നതാണ്, മണവറത്തോഴൻ്റെ ആഗമനവും പ്രതീക്ഷിച്ച് മണവറത്തോഴിയെ പോലെ കാത്തിരിക്കുന്നതാണ് ധ്യാനം. ഈ ധ്യാനമാണ് നന്ദി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിഷയങ്ങൾ. ഭഗവാന്റെ 2 ഏറ്റവും അരികു ചേർന്ന് നിൽക്കുന്ന 2 ജീവികളാണ്. ഇവർ 2 മനുഷ്യരല്ല, അല്ലേ? മനുഷ്യരൂപമല്ല അവർക്കുള്ളത്. പക്ഷേ മനുഷ്യരെ ട്രാൻസെൻഡ് ചെയ്ത് നിൽക്കുന്ന അവബോധ തലത്തിലാണ് 2 പേരും ഉള്ളത്. ഒന്നൊരു ഉരകം, മറ്റൊന്നൊരു നാൽക്കാലി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യനും അരികിലില്ല. ഒന്ന് ഉരകമാണ്, നിലത്തിഴഞ്ഞ് നടക്കുന്ന ഉരകം. മറ്റൊന്ന് കുമ്പിട്ട് നടക്കുന്ന നാൽക്കാലി. പക്ഷേ ഇവരിലൂടെ ഭഗവാൻ ഇരുകാലികളായ നിവർന്ന് നടക്കുന്ന മനുഷ്യർക്ക് വിലമതിക്കാനാവാത്ത പാഠങ്ങളാണ് പകർന്നു തരുന്നത്. അപ്പോൾ ഇന്നേക്ക് ഇത്ര മാത്രം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കൺക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്ര മാത്രം. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയമാണ്. ഞാൻ ഡിവൈസ് ഓൺ ചെയ്യാം.